بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. രാഖിമന്ന് മോകമാരിബിനു അതുകമെണ്ടവർ രാജ്യം വിടുന്ന് പോകും വയ്യിൽ വെത്ത് കണ്ടവർ ദേഹവും മുഖം ചിറൈന്റെ ചെങ്കതിർ പ്രകാശമേ തേജസാൽ ചുമൈന്ത് നൽ സുഗന്ധവും വിശേഷമേ രാഹുകൾ മികും സിഫാത്തിലൊത്ത ശൈഖൊരുത്തര കാരുളർ വലി അടുത്തുടൻ സലാമുരത്തരാൻ ദീകമാൽ മുസാഫഹത്തും ചെയ്ത ദുഃഖ് ശേഷമേ പിണ്ടിപ്പിന് അഗ്ഹമേ ഈ പോക്കിൽ എന്തുദ്ദേശമേ മേലവന് തൊട്ട് പാഞ്ഞിടുന്നു പേടി ഹാരിബായ് മെത്ത ഖൗഫകത്തിടാനിലൈഹി തന്നെ ഹാരിബായ് ആല ശൈഖ് പിന്നെയും തആമിനുണ്ടോ ആശയ കാമിലർ തരിത്തതായി നഅം അതെന്ന് പേശിന മദീന മലരെ പൂമലരെ ത്വാഹ യാസീൻ മെഹബൂബേ കനവിൽ നബിയേ യാ റസൂലേ മരണം തണിയേ യാ ഷഫിയേ കനവിൽ നബിയേ യാ റസൂലേ മരണം തണിയേ യാ ഷഫിയേ മദീന മലരെ പൂമലരെ ത്വാഹ യാസീൻ മെഹബൂബേ മദീന മലരെ പൂമലരെ സുബ്ഹാനീ ജല്ല ജലാലല്ലാഹ് സമദവനേ ഹാദിയാ അല്ലാഹ് യാ ഖന്നാനു യാ മന്നാനല്ലാഹ് യാ റഹ്മാനു നൂർ ബിസ്മില്ലാഹ് സുബ്ഹാനേ ജല്ല ജലാലല്ലാഹ് സമദവനേ ഹാദിയാ അല്ലാഹ് യാ ഹന്നാനു യാ മന്നാനല്ലാഹ് യാ റഹ്മാനു നൂർ ബിസ്മില്ലാഹ് മരണം വന്നന്മാടം അണയുമ്പോൾ മറുതീരം തേടി ഉഴലുമ്പോൾ മരണം വന്നന്മാടം അണയുമ്പോൾ മറുതീരം തേടി ഉഴലുമ്പോൾ മന്നാനേ നേര് വഴി കാട്ടിടണേ ഹന്നാനേ നീ തുണയേകിടണേ സുബ്ഹാനേ ജല്ല ജലാലല്ലാഹ് സമദവനേ ഹാദിയാ അല്ലാഹ് യാ ഖന്നാനു യാ മന്നാനല്ലാഹ് യാ റഹ്മാനു നൂർ ബിസ്മില്ലാഹ് കൂരിരുൾ മൂറ്റിയ ഖബറതിൽ കൂട്ടിനായി അടിയൻ കേഴുമ്പോൾ കൂരിരുൾ മൂറ്റിയ ഖബറതിൽ കൂട്ടിനായി അടിയൻ കേഴുമ്പോൾ കയ്യൂമേ അന്ന് സഹായിക്ക് ഖൈറായ അമലിനെ തുണയാക്ക് സുബ്ഹാനേ ജല്ല ജലാലല്ലാഹ് സമദവനേ ഹാദിയാ അല്ലാഹ് യാ ഹന്നാനു യാ മന്നാനല്ലാഹ് യാ റഹ്മാനു നൂർ ബിസ്മില്ലാഹ് സിറാത്തിൻ മേലിലടിയ
അടിയൻ കേറുമ്പോൾ സഹായക്കാർ ഇല്ല നീറുമ്പോൾ സിറാത്തിന്മേൽ അടിയൻ കേറുമ്പോൾ സഹായക്കാർ ഇല്ല നീറുമ്പോൾ സമതവനെ നിൻ കൃപയാലെന്നെ സ്വർഗമതിയിലേക്ക് നയിക്കന്നെ സുബ്ഹാനേ ജല്ല ജലാലല്ലാഹ് സമദവനേ ഹാദി യാ അല്ലാഹ് യാ ഹന്നാനു യാ മന്നാനല്ലാഹ് യാ റഹ്മാനു നൂർ ബിസ്മില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بأمره وسراجا منيرا. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته
حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. صلي يا ربنا سلما على طه ياسين മുത്തമാണിക്ക മാണ് യാ ഹമീം. صلي يا ربنا سلما على طه ياسين മുത്തമാണിക്ക മാണ് യാ ഹമീം. ربي آت المنى آتي سيدنا ومقاما من لدنك له وتماما من لدنك له وتماما. ربي فارزقنا حب سيدنا شفيعنه فينا بجماعة نرجو رؤيته هاهنا بهنا وهناك. صلي سلم عليه فداك. صلي سلم على آل صحب علا لهدانا. آتي أنفسنا تقوانا. آتي أنفسنا تقوانا. صلي يا ربنا سلما على طه ياسين മുത്തമാണിക്കമാണ് വഹമീം. മുത്തമാണിക്കമാണ് വഹമീം. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സലാം തങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലെ ഒരു കണ്ണിയായ തങ്ങളവറുകൾ, അതുപോലെ അഖില ബൈത്തിൽപ്പെട്ട ഏതെല്ലാം തങ്ങന്മാരുണ്ടെങ്കിലും അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മെ, നമ്മുടെ അഖിലുകാരെ രണ്ട് ലോകത്തും നന്നാക്കുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട വട്ടേക്കുന്നം മുദർരിസ് ഉസ്താദ് സിദ്ദീഖ് ഹസനി അവർകൾ, മറ്റ് സഹോദരന്മാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, നമ്മുടെ ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്ര
കഥാപ്രസംഗത്തിൻ്റെ ഒന്നാമത്തെ ദിവസമായ ഇന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന കഥ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല. നിഷ്കളങ്ക വിശ്വാസത്തിലൂടെ, കറകളഞ്ഞ ജീവിതത്തിലൂടെ, ത്യാഗനിർഭരമായ പ്രയാണത്തിലൂടെ വിജയ സോപാനത്തിലെത്തിയ അത്യുന്നത വ്യക്തിത്വം. അതെ, വിശ്വസദാർഢ്യവും ത്യാഗസന്നദ്ധതയുമുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് ഇലാഹി സാമീപ്യം കരസ്ഥമാക്കാം എന്ന പാഠമാണ് ഈ കഥ അവതരണത്തിലൂടെ നാം ലക്ഷ്യമാക്കുന്നത്. അതിനു മുമ്പായി ഞാൻ ഓതിവെച്ച ആയത്തിന്റെ ഒരൽപ്പം അർത്ഥം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് കഥ അവതരണത്തിലേക്ക് കടക്കും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്. ഈമാനുള്ള സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, ഈമാനുള്ള സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് അല്ലാഹു മനസ്സിലാക്കിയിട്ട് പറയുന്നു. സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച, നിർദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായി കൈക്കൊള്ളുകയും പാടില്ല എന്ന് പറഞ്ഞ, അതേ വിരോധിച്ച മുഴുവൻ കാര്യങ്ങളെയും കൈയൊഴിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അങ്ങനെയുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ മാത്രമാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കൈക്കൊള്ളാൻ കഴിയും. എന്നാൽ ശേഷം പറഞ്ഞു ഹഖ്ഖ തുഖാതിഹ്. ആരോട് ചോദിച്ചാലും തഖ്വയുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും എനിക്ക് തഖ്വയുണ്ട്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇസ്ലാമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അല്ലാഹ് പറയാ ഹഖ്ഖ തുഖാതിഹ്, തഖ്വ ചെയ്യേണ്ട പ്രകാരം തഖ്വ ചെയ്യുക. നാവ് കൊണ്ട് വെറുതെ വാചാലമടിച്ചത് കൊണ്ട് തഖ്വയാകില്ല. ചില നിർദ്ദേശങ്ങൾ അല്ലാഹു മുന്നിൽ വെച്ചിട്ടുണ്ട്, അതുപോലെ ജീവിച്ചാൽ മാത്രമേ തഖ്വയാകൂ എന്നല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ജീവിച്ചാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുക? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി മരിക്കണം, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല നമ്മോട് നിർദ്ദേശിക്കുമ്പോ ഇത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്ക സ്വലാത്ത് ചൊല്ലണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ആ പ്രവാചകനടക്കം ഏകദേശം 1,00,000 അല്ലെങ്കിൽ 2,00,000 ചെല്ലാൻ അംബിയാ മുർസലീങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ അംബിയാക്കന്മാരോടുള്ള നിർദ്ദേശം എന്തായിരുന്നു? ഇസ്ലാമിലായി ജീവിക്കുക, മുസ്ലിമായി ജീവിക്കുക. കൂടാതെ ഇസ്ലാമിക പ്രചരണ പ്രവർത്തന രംഗത്ത് ആർജവത്തോടുകൂടെ പ്രവർത്തിക്കുക എന്നതായിരുന്നുവെങ്കിൽ നമുക്കൊരു ഉദാഹരണത്തിനെടുക്കാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? മാ കാന ഇബ്രാഹീമു യഹൂദിയ്യം വലാ നസ്റാനിയ്യാ. മാ കാന ഇബ്രാഹീമു യഹൂദിയ്യം വലാ നസ്റാനിയ്യം വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? അവർ യഹൂദിയല്ല, നസ്റാനിയല്ല, ചൊവ്വായ നല്ല പ്രവർത്തനത്തിന്റെ ഉടമയായ ഒരു മുസ്ലിമായി ജീവിച്ച നേതാവായിരുന്നു. ഇസ്ലാമിന്റെ കാര്യങ്ങൾ ലോകത്തോട് സവിസ്തരം പ്രഖ്യാപിച്ച ഒരു നേതാവായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖുർആനിൽ കാണാം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം വിശുദ്ധ ഇസ്ലാമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ കഅബ ശരീഫിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാർത്ഥന നടത്തുകയുണ്ടായി. നാം എന്ത് ലക്ഷ്യം മുന്നിൽ കണ്ടാലും
അത് സ്വീകാര്യയോഗ്യമാകണം. അള്ളാഹുവിന്റെ വജ്ഹിനെ ലക്ഷ്യമാക്കിയിട്ട് മാത്രമാകണം ഈ പരിപാടി നടക്കുന്നതും ഈ പാതിരാവിൽ വന്നിരിക്കുന്നതും ഉറക്കമൊഴിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം ലാക്കാക്കിയിട്ടാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബ നിർമ്മാണം പണി കഴിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നൊരു പ്രാർത്ഥന നടത്തുകയുണ്ടായി. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത ഈ കർമ്മം നീ പരിപൂർണമായി സ്വീകരിക്കണം അല്ലാഹുവേ എന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥന നടത്തുകയുണ്ടായി. കഴിഞ്ഞില്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂട്ടിച്ചേർത്തു, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക് ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ, എന്നെയും എന്റെ കൂടെ കഅബ ശരീഫ് പണി കഴിപ്പിക്കാൻ വേണ്ടി സഹായിച്ച എന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനെയും അതുപോലെ എനിക്ക് ശേഷം വരാനിരിക്കുന്ന മുഴുവൻ ആളുകളെയും നീ മുസ്ലിമായി ജീവിപ്പിക്കണം അല്ലാ, മുസ്ലിമായി മരിപ്പിക്കണം അല്ലാ എന്ന പ്രാർത്ഥനയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള, അല്ലെങ്കിൽ ആ പ്രവാചകന് മാത്രം ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രഖ്യാപനം അല്ല മുസ്ലിമാവുക, ഇസ്ലാമായി ജീവിക്കുക എന്നത്. കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും ഇസ്ലാമികപരമായ പ്രചരണം മാത്രമായിരുന്നു, ഇസ്ലാമിക പ്രവർത്തനവും പ്രബോധനവുമായിരുന്നു. നമുക്ക് നോക്കാം, ബഹുമാനപ്പെട്ട മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം. അതെ, ഒരുപാട് നാം കേട്ടിട്ടുണ്ട്. സോളമാൻ ചക്രവർത്തി എന്ന് പറയുന്ന ആ നേതാവ് ലോകം അടക്കി ഭരിച്ച ഒരു നേതാവെന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനവും അധികാരവും അതുപോലെ സമ്പത്തും മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടമുള്ളതെടുക്കാമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി കയറി പിടിച്ചത് വിജ്ഞാനത്തിനെയായിരുന്നു. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബിക്ക് അല്ലാഹു തആല കൊടുത്തു വിജ്ഞാനവും അധികാരവും സമ്പത്തും കൊടുത്തു. ഈ മൂന്ന് കൊണ്ടും അല്ലാഹു തആല അനുഗ്രഹിച്ച ഒരു നേതാവാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താ ദുആ ചെയ്തത്? റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവേ, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക, നീ എൻ്റെ മേൽ ചെയ്ത അനുഗ്രഹങ്ങൾ ഒന്നല്ല രണ്ടല്ല ലക്ഷമല്ല കോടിയല്ല കോടാനക്കോടി അനുഗ്രഹങ്ങളല്ല, അതിലേറെ നീ ചെയ്തിട്ടുണ്ട്. സർവമാന അനുഗ്രഹങ്ങൾക്കും നിനക്ക് നന്ദി ചെയ്യാൻ നീ എനിക്ക് അവസരം തരണം റബ്ബേ, എനിക്ക് അവസരം ഒരുക്കണം റബ്ബേ. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എൻ്റെ മേൽ നീ ചെയ്ത അനുഗ്രഹത്തിന് മാത്രമല്ല എൻ്റെ പിതാക്കന്മാർക്ക് ചെയ്ത, എൻ്റെ മാതാക്കന്മാർക്ക് ചെയ്ത മുഴുവൻ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യാനും ഈ പാപിയായ സുലൈമാന് അവകാശം നൽകണം, അവസരം നൽകണം റബ്ബേ എന്ന് പ്രാർത്ഥിച്ച നേതാവാ സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്തിനാണ്? സ്വന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തമായി ഒരാൾക്ക് കൊടുത്ത അനുഗ്രഹത്തിൽ മാത്രമല്ല, പിന്നെ ബാപ്പമാർക്ക് കൊടുത്ത അനുഗ്രഹത്തിലും നന്ദി കാണിക്കാൻ എനിക്ക് അവസരം തരണമെന്ന് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യാ. ഞാൻ പറഞ്ഞു വന്നത്, മുഴുവൻ അമ്പിയാക്കന്മാരുടെയും പ്രഖ്യാപനം മുസ്ലിമായി ജീവിക്കുക, മുസ്ലിമായി മരിക്കുക,
ആ ഇസ്ലാമിക പ്രചരണ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുക. ഇതായിരുന്നു സർവ്വ അമ്പിയാക്കന്മാരുടെയും ലക്ഷ്യമെങ്കിൽ ഇതാ ആ സുലൈമാൻ നബിയും അവസാനം പറയാൻ പോകുന്നു, അല്ലാഹുവേ എന്നെ നീ മുസ്ലിമായി ജീവിപ്പിക്കണം, മുസ്ലിമായി മരിപ്പിക്കണമെന്ന് പറയാ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന അതായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണോ ഇസ്ലാമികപരമായ ജീവിതം നയിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചാൽ ആ രൂപത്തിലായിരിക്കും അവൻ മരിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, ഞാൻ പരിപാടിയിലേക്ക് കടക്കാൻ പോവാ. അതിനു മുമ്പായി ഓതിവെച്ച ആയത്തിന്റെ ഒരു ചെറിയ വിശകലനം നടത്തുകയാണ്. കേൾക്കണോ? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല കൊടുത്ത് ആദരിക്കപ്പെട്ട ഒരു നേതാവാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. അതേ ഈജിപ്തിന്റെ കനക കൊട്ടാരത്തിലിരുന്നു കൊണ്ട്, സ്വർണ്ണ കസാരയിലിരുന്നു കൊണ്ട് ആ ഈജിപ്ത് മുഴുവൻ അടക്കി ഭരിക്കാൻ അല്ലാഹു തആല അനുവാദം കൊടുത്ത ഒരു നേതാവ്. സ്വപ്ന വ്യാഖ്യാനങ്ങൾ ഏതൊരു മനുഷ്യനും അഗാധ നിദ്രയില്ലാണ്ട് പോകുമ്പോ അവൻ കാണുന്ന സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നേതാവാ മഹാനായ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാത്തു വസ്സലാം. അവിടെ നിന്നെന്താ പറഞ്ഞു നമുക്കറിയാം. കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത്, കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് യാക്കൂബ് നബിയാകുന്ന പിതാവിന്റെ സമീപത്തേക്ക് സഹോദരന്മാരുടെ അസൂയയുടെ കാരണത്താൽ വന്നുകൊണ്ട് വാപ്പയോട് പറയുന്നു, വാപ്പാ വനാന്തരത്തിൽ വിനോദത്തിന് പോകുകയാ, ആ കുഞ്ഞുമകനാകുന്ന യൂസുഫിനെ ഞങ്ങളോട് കൂടെ അയക്കുമോ എന്ന് പറഞ്ഞ് യാക്കൂബ് നബിയെ തന്ത്രപരമായി അവിടത്തെ കുഞ്ഞുമകനായ യൂസുഫ് നബിയെ ഇതാ വാങ്ങിയിട്ട് പോവുകയാ. എന്നിട്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. അല്ലാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അവിടെ നിന്നെടുത്ത ബുശ്റയല്ലെങ്കിൽ ബഷീർ അതേ ചങ്ങലയിൽ കുരുക്കി അടിമയാക്കി ലേലം ചെയ്തു. പട്ടണത്തിൽ കൊണ്ടുപോയി ലേലം ചെയ്ത് വിറ്റു. അതേ അസീസ് രാജാവ് വിലക്കു വാങ്ങി. ബഹുമാനപ്പെട്ട സുലൈഖയുടെ ആ ചില കൃത്രിമപരമായ പ്രവർത്തനങ്ങൾക്ക് നിരപരാധിയായ നിലക്ക് വിധേയമാക്കപ്പെട്ട മഹാനായ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം അതേ നിരപരാധിയായി തന്നെ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈജിപ്തിന്റെ അധികാരം കൊടുക്കുകയാണ്. അവിടത്തെ ആ സാമ്രാജ്യം ഭരിക്കാനുള്ള അധികാരം കൊടുക്കുകയാണ്. കഴിഞ്ഞില്ല. അതേ സഹോദരന്മാരറിയുന്നില്ല, ഞങ്ങൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുപോയ ഞങ്ങളുടെ കൊച്ചനുജനാണ് ഇന്ന് ഈജിപ്ത് ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത സഹോദരന്മാരിതാ അരിവാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടിയുമായിതാ ഈജിപ്തിന്റെ ആ വലിയ കൊട്ടാരത്തിന്റെ മുൻഭാഗത്തേക്ക് ചെല്ലുമ്പോ അവിടെ രാജപദവിയിൽ ഇരിക്കുന്നതാരാ, അവിടെ മുഖം മൂടി ധരിച്ചു കൊണ്ടിരിക്കുന്നതാരാ? അതേ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട ബഹുമാനപ്പെട്ട കൊച്ചനുദൻ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന കാര്യം ഇത് ആ സഹോദരന്മാർക്കറിയില്ല. എങ്ങനെയാ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് ജ്യേഷ്ഠന്മാരുടെ ബിന്യാമീൻ എന്ന് പറയുന്ന കൊച്ചനുജന്റെ നേരേക്ക് രാജകീയമായി കടന്നു വരുന്നത്? അടുത്തേറ്റം താഴ്മയിലണ്ട് മാൻഡർ ബാൻഡുടെ കാരണമെന്താം? അപ്പോൾ പട്ടാളമടങ്കലിൽ ആയുധം പൂണ്ടിടുവാൻ നിരവധിയാദരിട്ടതിനാൽ അടർ പരിശായ് കമാൻഡറുമായി അസറോളം പൂണ്ടരുമായി അമറിലും അതിഗൗരവമോടെ പട്ടാളം നിരന്തു നിലന്തിടലായി വെടിയേറിടും പട്ടിലെ ഹസ്സിനാൽ അത്ഭുതമേറിയ ചിത്രമെന്നെയ്ത് ബഹുമാ പൈജാമ ചയറുവാൻ ചട്ടകളും മണിവായി കിരീടം ചൂടി പിന്നരിമാ
ഒരു മുഖമൂടിയും തരമാ അതിശയമോടെ ഗൗരവമാൽ മിസ്രതി പതിവേശമിലെത്തി തഖ്തതിൽ ആസനം ചെയ്തിടലായി. സഹോദരന്മാരാ മുന്നിലിരിക്കുന്നത്. ആ സഹോദരന്മാർക്ക് അറിയാത്ത രൂപത്തില് അതേ പളപള തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന പൈജയും ധരിച്ചുകൊണ്ട് അതേ സ്വർണത്തിന്റെ കിരീടവും വെച്ചുകൊണ്ട് അതേ ഒരു മുഖം മൂടിയും വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കനക കൊട്ടാരത്തിലേക്ക് സഹോദരന്മാരെ അതിസംബോധന ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നത്. എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്താണ്? ശ്രദ്ധിക്കണ്ടേ ഉമ്മമാരെ, പെങ്ങന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാ, എനിക്ക് നീ അധികാരം തന്നിട്ടുണ്ട്, ഞാൻ തൃപ്തനല്ല. എനിക്ക് സ്വപ്ന വ്യാഖ്യാനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ പരിപൂർണ സംതൃപ്തനല്ല അല്ലാ. അതുകൊണ്ടൊന്നും ദുനിയാവ് രക്ഷപ്പെടൂല, അതുകൊണ്ടൊന്നും പാരത്രിക ലോകത്തൊരടിമക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതേ സൗന്ദര്യവതികളായ നല്ല പെൺകുട്ടികളെ മതിമറപ്പിക്കുന്ന രൂപത്തില് സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അതേ അവരുടെ കൈകൾ വരെയും മുറിക്കപ്പെടാൻ മാത്രം ആവിഷ്കരിക്കപ്പെടുന്ന സൗന്ദര്യമാ ഈ പാവപ്പെട്ട യൂസുഫാകുന്ന എനിക്ക് നീ നൽകിയിരിക്കുന്നത് റബ്ബേ. അതുകൊണ്ടൊന്നും ഞാൻ സംതൃപ്തനല്ല. എനിക്ക് ഒരേ ഒരു കാര്യമാണ് നിന്നോട് ചോദിക്കാനുള്ളത്. അതെന്താണെന്നല്ലേ? തവഫനി മുസ്ലിമാ, മരിക്കുന്ന സമയത്ത് എനിക്ക് ഈമാൻ സലാമത്തായി മരിക്കണമല്ലാ. അതിന് കാരണമാകുന്നത് സൽജനങ്ങളോടുകൂടെ സത്യവിശ്വാസികളോടുകൂടെ കൂട്ടജീവിതമാ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളായ ആളുകളോട് കൂടെ ഒരുമിച്ച് ജീവിക്കാനും എനിക്ക് നീ അവസരം നൽകണം അല്ലാ. അപ്പൊ കണ്ടോ പ്രവാചകന്റെ, അതല്ലെങ്കിൽ ആ പ്രവാചകന് മാത്രം അയക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമല്ല മുസ്ലിമായി ജീവിക്കണമെന്നും മുസ്ലിമായി മരിക്കണമെന്നും എന്നത് ലക്ഷോപലക്ഷം അമ്പിയാക്കന്മാരോടുള്ള ആജ്ഞയാണ്, പ്രഖ്യാപനമാണ് ഇസ്ലാം മുസ്ലിം എന്നത്. പിന്നീട് വന്ന മതങ്ങളൊക്കെ 2000-ൽ ചില്ലാൻ മതങ്ങളും വിശുദ്ധ ഇസ്ലാമിൽ നിന്നും ഉരുത്തിരിഞ്ഞ് പിരിഞ്ഞു വന്ന മതങ്ങളാണ്. അടിസ്ഥാനപരമായ മതം അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ആ വിശുദ്ധ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം തീർച്ചയാണ്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, തമൂതൂന കമാ തഈശൂൻ തുബഅസൂന കമാ തമൂതൂൻ. നിങ്ങൾ മരിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്നത് പോലെയാണ്. നിങ്ങൾ മരണപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പ് നടത്തപ്പെടുന്നത് നിങ്ങൾ മരിക്കുന്ന രൂപത്തിലാണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുക. സഹോദരന്മാരെ മനസ്സിലാക്കുക, തമൂതൂന കമാ തഈശൂൻ, എങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത് ആ ജീവിതം പോലെ തന്നെയാ നിങ്ങൾ മരിക്കുക. നല്ല പ്രവർത്തനമാണോ നടത്തുക എന്ന അതേ രൂപത്തിൽ നിങ്ങൾക്ക് മരിക്കാൻ കഴിയും. അങ്ങനെ മരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പ് നടത്തപ്പെടുമ്പോൾ ആ മരിച്ച രൂപത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് നടത്താൻ കഴിയും. അശ്ലീലങ്ങളുടെയും പാശ്ചാത്യ സാഹിത്യങ്ങളുടെയും പിന്നാലെയും അതുപോലെ ഇതുപോലുള്ള അവധിക്കാലങ്ങൾ വരുമ്പോ, ഒഴിവ് സമയങ്ങൾ വരുമ്പോ അവന്റെ ആയുസ്, അവന്റെ ആരോഗ്യം, അവന്റെ ഒഴിവ് സമയങ്ങളുടെ വില എന്താണെന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും താളമേളങ്ങളുടെയും ഗാനമേളങ്ങളുടെയും പിന്നാലെ പോയിട്ടാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നതും മറക്കരുതേ പ്രിയപ്പെട്ട സഹോദര സഹോദരി. അതേ ജീവിതം പോലെ ആയിരിക്കും നിങ്ങളുടെ മരണമെന്ന്
എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണോ നിങ്ങൾ മരിക്കുന്നത്? എന്നാൽ ആ മരിച്ച രൂപത്തിലാ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പ് നടത്തപ്പെടുക. അള്ളാഹു നല്ല രൂപത്തിൽ മരിക്കാൻ, നല്ല രൂപത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് നടത്തപ്പെടുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരൊറ്റ ഉദാഹരണം പറയാനുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കപ്പറ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിതാ ഒരു ദിവസം മദീനയുടെ ഭാഗത്ത് വളരെ ദുഃഖിതനായി, മുഖമെല്ലാം വിവർണമായി, വളരെ പ്രയാസത്തോടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോ അതേ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, ഓ പ്രവാചകരെ, അങ്ങേക്ക് എന്താണ് ഫീലിംഗ്? അങ്ങേക്ക് എന്താണ് നബിയെ ടെൻഷൻ? അങ്ങയുടെ മുഖത്തിതാ വല്ലാത്ത പ്രയാസം കാണുന്നുണ്ടല്ലോ. എന്താണ് നബിയെ അങ്ങേക്ക് പ്രയാസത്തിന്റെ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിതാ മറുപടി പറയുന്നു, അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പ്രഖ്യാപിച്ച് സൽപ്രവർത്തനങ്ങൾ നടത്തിയ മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ, അവരുടെ കാര്യത്തിലാ എനിക്ക് ടെൻഷൻ ഉള്ളത്, അവരുടെ മരണത്തിന്റെ കാര്യത്തിലാ എനിക്ക് പ്രയാസമുള്ളത്, അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യത്തിലാ എനിക്ക് പ്രയാസമുള്ളത്. എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? അഖിലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അങ്ങനെ മരിക്കുന്ന ആളുടെ കാര്യത്തിൽ എന്തിനാണ് നബി അങ്ങേക്ക് ടെൻഷൻ? പേടിക്കണ്ട നബിയെ, ടെൻഷൻ വേണ്ട, ഒന്ന് വരൂ നബിയെ, ഞാനത് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ കൈക്ക് പിടിച്ചുകൊണ്ട് ഇലാ മഖ്ബറത്തി ബനി സലമ, ബനി സലമ ഗോത്രക്കാരുടെ മഖ്ബറയുടെ സമീപത്തേക്ക് പോവുകയാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അല്ലാത്തവരും പരിസരങ്ങളിൽ കാണാം. ആ സമീപത്തേക്ക് അള്ളാന്റെ ഹബീബിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അതേ ബഹുമാനപ്പെട്ട ജിബ്രീൽ കൊണ്ടുപോവുകയാ. പ്രവാചകന്റെ ടെൻഷൻ ഒന്ന് മാറ്റാനാ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അള്ളാന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുന്നു, നബിയേ, ഓ നബിയേ, ഒന്നിങ്ങോട്ട് നോക്ക് നബിയേ, ബിസ്മില്ലാഹ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അത്ഭുതമെന്ന് പറയട്ടെ, ബഹുമാനപ്പെട്ട ജിബ്രീലിന്റെ ഉഹ്ദ് മല പോലെ വലിപ്പമുള്ള ആ ചിറകങ്ങോട്ട് വിരിച്ചുകൊണ്ട് അവിടത്തെ ആ വലത്തെ ചിറക് കൊണ്ട് ഒരു ഖബറിന്റെ മുകളിലേക്ക് ഒരൊറ്റ അടിയടിക്കുന്നു. ഖബറിതാ രണ്ടായി പിളരുകയാണ്. ഖബറിന്റെ അകത്തളത്തിൽ നിന്ന് സുസ്മേരവദനായ അതേ 14-ാം ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ പ്രശോഭിതമായ ഒരു മുഖത്തിന്റെ ഉടമ ഇതാ അവിടുന്ന് പുഞ്ചിരിയോടെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാ. എന്നിട്ട് ഹബീബിനെ കാട്ടിക്കൊടുക്കുന്നു. ഹബീബ് നോക്കിക്കോ, ഹാദാ അഖിലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഖിലുകാരനാ. ഇവർ മരണപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്, ഇസ്ലാമിക പ്രവർത്തനത്തിലാണ്. അവരുടെ മരണത്തിന് ശേഷം അതേ മരണം പോലെ തന്നെയാണ് അവരെ ഇതാ ഉയർത്തെഴുന്നേൽപ്പ് നടത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല നബിയെ. അങ്ങേക്ക് അറിയണോ നബിയെ, അവിടത്തെ വിരിക്കപ്പെട്ട ആ ചിറക് കൊണ്ട് മറ്റൊരു ഖബറിന്റെ മുകളിൽ ചെന്നുകൊണ്ട് ജിബ്രീൽ ഇതാ ഒരൊറ്റ അടിയടിക്കുന്നു. ഖബർ രണ്ടായി പിളരുന്നു. അവിടുന്ന് കറുത്ത മുഖത്തിന്റെ ഉടമ അതേ
നട്ട നീലത്തിന്റെ ഉടമയായ, കടുത്ത നീല കളറുള്ള കണ്ണിന്റെ ഉടമയായ ഒരു മനുഷ്യൻ ഇതാ പൊട്ടിക്കരഞ്ഞുകൊണ്ടിതാ ഉയർത്തെഴുന്നേൽക്കുകയാണ്. നബിയെ കണ്ടോ, ഇവന്റെ ജീവിതം ഇങ്ങനെയാ. ഇവന്റെ ജീവിതത്തിന്റെ താളത്തിനൊത്തുള്ള മരണമാണ് അവനുണ്ടായത്. അവന്റെ മരണത്തിന്റെ താളത്തിനൊത്തുള്ളതായ ഉയർത്തെഴുന്നേൽപ്പാ ഉണ്ടായത്. അതുകൊണ്ട് നബിയെ അങ്ങ് ടെൻഷൻ വേണ്ട, പ്രയാസപ്പെടേണ്ട നബിയെ. അതുകൊണ്ട് അങ്ങയുടെ അഖില ഇലാഹ ഇല്ലല്ലാഹുണ്ടല്ലോ, അതനുസരിച്ച് കൊണ്ട് ജീവിച്ച മുഅ്മിനീങ്ങൾ ഉണ്ടല്ലോ നബിയെ, അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് ആദ്യത്തെ ഖബറിൽ നിന്ന് ജനിച്ച ആ ഉയർന്നു വന്ന മനുഷ്യന്റെ രൂപത്തിലാ നബിയെ. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രയാസത്തിനൊരു പരിഹാരമായി. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് അക്കമിട്ട് പറയാം, ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. കറുത്ത മുഖത്തോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പ് നടത്തപ്പെടാൻ എന്താണ് കാരണം? വെളുത്ത മുഖത്തോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പ് കിട്ടണം. എന്ത് പ്രവർത്തനങ്ങളൊക്കെയാ ചെയ്യേണ്ടത്? നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിഅമത്താനി അളീമത്താനി മഖബൂലും ഫീഹിമാ കസീറും മിനന്നാസ്. ജനങ്ങൾ അറിയാതെ നഷ്ടം സംഭവിക്കുന്ന, മറന്നു പോകുന്ന അല്ലാഹു കൊടുത്ത വലിയ 2 ഔദാര്യങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ഏതാണ് അനുഗ്രഹങ്ങൾ എന്നറിയുമോ? അസ്യഹത്തു വൽ ഫറാഗ്. അസ്യഹത്തു വൽ ഫറാഗ്, ഒഴിവ് സമയങ്ങളും ആരോഗ്യവുമാണ്. അതുകൊണ്ട് നല്ല വെക്കേഷൻ ടൈമാ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയമായി നല്ല ഒരു ജീവിതം നയിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും അള്ളാഹുവിന്റെ അടുക്കലേക്ക്, അതേ സ്വർഗലോകത്തേക്ക് എത്താനും കഴിഞ്ഞ ഒരു വലിയ ചക്രവർത്തിയുടെ ഒരു ചരിത്ര അവതരണമാണ് നാം ഇവിടെ ഇൻഷാ അല്ലാഹ് നടത്തുന്നത്. അത് പാഠം ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പല സദസ്സുകളിലും പങ്കെടുത്തവരാണ് അല്ലാഹ്. ഒരുപാട് തെറ്റുകുറ്റങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളൊക്കെ വഴുതിപ്പോയവരാണ് അല്ലാഹ്. ഞങ്ങളുടെ കാതുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തവരാണ് റബ്ബേ. ഈ ഇരിക്കുന്ന സാലിഹീങ്ങളുടെ, ഈ സാലിഹത്തുകളായ ഉമ്മമാരുടെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചരിത്രാവതരണം നടത്തുന്ന മഹാനായ ആ ചക്രവർത്തിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ സർവമാന പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ബിസ്മലത്തും ഹംദലത്തും ഉരത്തിയിടുന്നേ, സത്യമായൊരു കഥ ഞങ്ങൾ തുടങ്ങിയിടുന്നേ. വട്ടമൊത്ത ചന്ദ്രനെയും പിളർത്തിയിടുന്നേ, മുത്ത് മുസ്തഫാ നബിയിൽ സലാം പാടുന്നേ. ബസ്മലത്തും ഹംദലത്തും ഉരത്തിയിടുന്നേ, സത്യമായൊരു കഥ ഞങ്ങൾ തുടങ്ങിയിടുന്നേ. വട്ടമൊത്ത ചന്ദ്രനെയും പിളർത്തിയിടുന്നേ, മുത്ത് മുസ്തഫാ നബിയിൽ സലാം പാടുന്നേ. പ്രപഞ്ചത്തിലുടനീളം അയച്ചൊരു നബിയെ, പ്രവർത്തനത്തിന്റെ ഫലം തെളിയിച്ച കനിയെ. പ്രപഞ്ചത്തിലുടനീളം അയച്ചൊരു നബിയെ, പ്രവർത്തനത്തിന്റെ ഫലം തെളിയിച്ച കനിയെ. പീഡനങ്ങൾ പലവിധം സഹിച്ചൊരു തണിയെ, മുത്തേ മദ്ഹിൻ ഗാനം ഞങ്ങൾ പാടി തുടങ്ങട്ടെ. ബസ്മലത്തും ഹംദലത്തും ഉരത്തിയിടുന്നേ, സത്യമായൊരു കഥ ഞങ്ങൾ തുടങ്ങിയിടുന്നേ. വട്ടമൊത്ത ചന്ദ്രനെയും പിളർത്തിയിടുന്നേ, മുത്ത് മുസ്തഫാ നബിയിൽ സലാം പാടുന്നേ. മനസ്സുള്ളം പ്രകാശിക്കും കെലിമയിലൊതുങ്ങി, മനതാരിൽ ഹിദായത്തിൻ വെളിച്ചവും തിളങ്ങി. മനസ്സുള്ളം പ്രകാശിക്കും കലിമയിലൊതുങ്ങി, മനതാരിൽ ഹിദായത്തിൻ വെളിച്ചവും തിളങ്ങി. മുത്തങ്കിങ്ങളെ കൊല്ലും